മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തിന് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ വനിതാ നേതാക്കൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെയാണ് പൊളിച്ചെഴുത്തിന് വഴി തുറന്നത്. ബീഹാർ ബി.ഡി. പോസ്റ്റിലെ ജാഗ്രതക്കുറവും പുനഃസംഘടനയ്ക്ക് നേതൃത്വത്തെ നിർബന്ധിതരാക്കിയെന്നാണ് സൂചന വരുന്നത്. DMCയിലെ സൈബർ ഗുണ്ടകളെ തിരിച്ചറിയണമെന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് സജീവ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. KPCC നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിന് അതീതമായി ഡിജിറ്റൽ മീഡിയ സെല്ലിനെ ഹൈജാക്ക് ചെയ്യാൻ രണ്ട് നേതാക്കൾ ചേർന്ന് ശ്രമം നടത്തുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഈ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നു. അതിനെതിരെ വി.ഡി. സതീശന് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം, വി.ഡി. സതീശനെ അനുകൂലിച്ചും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു, എതിർത്ത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ ഡിജിറ്റൽ മീഡിയ സെൽ കോൺഗ്രസിനൊരു ബാധ്യതയായിരിക്കുകയാണ് എന്നുള്ള വിലയിരുത്തലാണോ ഇപ്പോൾ വരുന്നത്? രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പൂർണ്ണമായി പിരിച്ചുവിടുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആ വിവാദങ്ങൾ ഒരു വശത്ത് ചൂടുപിടിക്കുന്നതിനിടെയാണ് മറുവശത്ത് ബി.ഡി. ബീഹാർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണി നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതിനിടയിൽ കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷ നേതാവിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ചില കോൺഗ്രസിന്റെ തന്നെ ഹാൻഡിലുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ നിലപാടിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ തന്നെ ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തി തന്നെ പേടിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ പശ്ചാത്തലത്തിലാണ് DMCയുടെ പ്രവർത്തനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അടിയന്തരമായ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടായേക്കുമെന്നാണ് സൂചന. KPCCയുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ കൃത്യമായ ഇടപെടൽ ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ DMC ഉടച്ചു മറക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കാണ് KPCC നേതൃത്വം കടക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പക്ഷേ അതിനെതിരെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറയുന്നത് ഇങ്ങനെ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ പിരിച്ചുവിടുന്നത് ചില നേതാക്കന്മാർക്ക് എൻ്റെ തല എൻ്റെ ഫിഗർ ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടു പോകാനാണ്. അത് സതീശനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനെ എതിർത്തും അനുകൂലിച്ചും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ ഡാൻ. ഡിജിറ്റൽ മീഡിയ സെൽ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നല്ല, നിലവിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ മാറ്റിയതിനു ശേഷം കൂടുതൽ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്ന തരത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഉടച്ചു വാക്കുക എന്നൊരു ലക്ഷ്യമാണ് നേതൃത്വത്തിന്റെ മുമ്പിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. നിലവിലുള്ള ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ വനിതാ നേതാക്കളെതിരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രകോപനപരമായ തരത്തിലുള്ള സൈബർ അറ്റാക്കുകളടക്കം തുടർച്ചയായി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉടച്ചു വാർക്കണമെന്ന ആവശ്യം വനിതാ നേതാക്കളടക്കം നേതൃത്വത്തിന് മുമ്പിൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടി ഈ സൈബർ ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് DMCക്കെതിരെ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുനഃപരിശോധന അല്ലെങ്കിൽ ഒരു പുനഃസംഘടന DMCയിൽ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുബാസ് ഓടക്കാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറെ ചർച്ചയാകുന്നത്. അതായത് DMC ഡിജിറ്റൽ മീഡിയ സെൽ അതാണ് കോൺഗ്രസിലുള്ളത്. KPCCയുടെ DMCയിലെ സൈബർ ഗുണ്ടകളെ തിരിച്ചറിയണം എന്നാണ് ഈ മുബാസ് ഓടക്കാലി പറഞ്ഞിരുന്നത്. ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ ചർച്ചയാവുകയാണ്. മുബാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം മറുവശത്തു നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സജീവമാക്കുവാനുള്ള രീതിയിൽ സൈബർ പ്രതിരോധങ്ങൾ നടക്കുന്നുണ്ട്. ഇതും മുബാസ് ഓടക്കാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരു വശത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, മുബാസ് ഓടക്കാലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആ രീതിയിൽ കാണേണ്ടിയിരിക്കുന്നു. മറുവശത്ത് സതീശിനെതിരായുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ബീഹാർ ബി.ഡി. പോസ്റ്റ് വിവാദത്തിൽ VT ബൽറാമിന് പിന്തുണ നൽകിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കുകയോ രാജിവെക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫും ഇതേ പ്രതികരണം നടത്തിയിരുന്നു. ചുമതലക്കാരൻ അല്ലല്ലോ പോസ്റ്റ് ഇടുന്നതെന്നും തെറ്റ് കണ്ടപ്പോൾ പിൻവലിച്ചതായും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും ചെന്നിത്തലയുടെ പ്രതികരണം.
VT ബലറാമുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ബലറാമുമായി ബന്ധപ്പെട്ട കാര്യം അനാവശ്യമാണ്. VT ബലറാമിനെ ആരും ഞാൻ ഇന്നലെ VT ബലറാമോട് സംസാരിച്ചു, KPC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അത് ഒരു പോസ്റ്റ് ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നത്, അതിന്റെ മറ്റ് സഹപ്രവർത്തകർ ഉണ്ടാവുമല്ലോ. ഇതാണ് ചെന്നിത്തലയുടെ പ്രതികരണം. TG സജിത്ത് ചേരുകയാണ് മറ്റു വിവരങ്ങളുമായി. സജിത്ത്, മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ചെന്നിത്തല പറയുന്നതും സണ്ണി ജോസഫ് പറയുന്നതും ഒന്ന് തന്നെയാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. ഇങ്ങനെയൊരു ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കാര്യം അറിയാൻ വയ്യ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇപ്പോൾ ഈ മുബാസ് ഓടക്കാലി എന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം അതിനെ എതിർത്തുകൊണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ കോൺഗ്രസിന്റെ യുവാക്കൾ പ്രതികരണം നടത്തുകയാണല്ലോ. അപ്പോൾ VD സതീശനെ എതിർത്തും അനുകൂലിച്ചും കൊണ്ടുള്ള പ്രതികരണങ്ങളാണല്ലോ ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ, ഇത് കോൺഗ്രസിനകത്ത് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട തർക്കം അത് അതിരൂക്ഷമാവുകയാണ്. സതീശനെ അനുകൂലിച്ചും എതിർത്തുമുള്ള രൂക്ഷമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് നിസാർ കുംബ്ല, അതായത് കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളിൽ പ്രമുഖനായ വ്യക്തിയാണ് നിസാർ കുംബ്ല. കുംബ്ല നടത്തുന്ന പോസ്റ്റിൽ രൂക്ഷ വിമർശനമാണ് സതീശനെതിരെ ഉണ്ടാവുന്നത്. അതായത് താനാണ് പാർട്ടി, തൻ്റെ മുഖം മാത്രം വന്നാൽ മതി, താൻ നേരിട്ട് PR ടീമുകൾക്ക് അയച്ചു കൊടുക്കാം എന്ന നിലപാടിൽ VD സതീശൻ പോവുകയാണ്. പക്ഷേ അങ്ങനെയല്ല, തങ്ങൾ പാർട്ടി പറഞ്ഞാലും ഇല്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരാണ്. K സുധാകരൻ്റെ കാലത്താണ് വാർഡ് തലം വരെ നീളുന്ന ഒരു ഡിജിറ്റൽ മീഡിയ സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ചില നേതാക്കളുടെ PR ടീം മാത്രമായി പ്രവർത്തിച്ച സംവിധാനം ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അത്തരക്കാർക്കെയാണ് ഇപ്പോൾ VD സതീശൻ ചോദ്യം ചെയ്യുന്നത് എന്നതാണ് ഈ നിസാറിൻ്റെ വിമർശനം. ഒപ്പം തന്നെ പറവൂരിന് പുറത്തേക്ക് VD സതീശനെ അറിയാതിരുന്ന കാലം മുതൽ തന്നെ ഞങ്ങൾ ഈ പണി തുടങ്ങിയതാണ്. തന്നെ വിമർശിക്കുന്നത്, തനിക്കെതിരെ സൈബർ ആക്രമണം, തനിക്കെതിരെ CPM രംഗത്തെത്തുന്നു എന്ന രീതിയിൽ സതീശൻ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സതീശനെതിരെ CPM യഥാർത്ഥത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ അത്തരമൊരു ഇമേജ് ഉണ്ടാക്കി താനാണ് പാർട്ടി എന്ന് വരുത്താൻ VD സതീശൻ ബോധപൂർവമായി നീക്കം നടത്തുകയാണ്. താനാണ് പാർട്ടി, തൻ്റെ മുഖം മാത്രം വന്നാൽ മതി എന്ന ചിന്ത VD സതീശനുണ്ട്. പക്ഷേ അത് നടക്കില്ല. സതീശനേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടം KC വേണുഗോപാലും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. ഇത് മറക്കാതെ പോകരുത്. ഈ പാർട്ടി അധികാരത്തിൽ വരേണ്ടത് സാധാരണ പ്രവർത്തകരുടെ ആവശ്യമാണ്. അവരാണ് എല്ലാ തരത്തിലും പ്രതിസന്ധി നേരിടുന്നത്. പാർട്ടി അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും നേതാക്കൾക്ക് എക്കാലവും പ്രിവിലേജ് ഉണ്ടാവും. പക്ഷേ തങ്ങളടക്കമുള്ളവർ പ്രതിസന്ധി നേരിടുകയാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി അധികാരത്തിൽ വരാൻ ഇത്തരം നിലപാടെടുക്കുന്നത് എന്നാണ് അവരുടെ വാദം. VD സതീശൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലല്ല കോൺഗ്രസ് പാർട്ടി ജീവിക്കുന്നത് എന്ന തരത്തിൽ ഈ സൈബർ ടീമുകൾക്കെതിരെ വലിയ മുന്നറിയിപ്പും നീക്കവും പരസ്യമായി നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം വിമർശനം ഉയരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് വാസ്തവം. നിസാർ കുംബ്ല പറഞ്ഞയാൾ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധിക്കുന്നയാളാണ്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് ഏത് വാർത്ത വന്നാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രാഹുലിനും ഷാഫിക്കുമൊക്കെ അനുകൂലമായി പോസ്റ്റ് ഇടുന്ന ആളാണ്. VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ആ സൂചനകൾ വന്നിരുന്നു. അതുമാത്രമല്ല, ഇതിൽ ഈ പറയുന്ന നിസാർ കുംബ്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭരണ തുടർച്ച കേരളത്തിൽ നേടേണ്ടിയിരുന്നുവെങ്കിൽ അത് ഉമ്മൻചാണ്ടിയായിരുന്നു നേടേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് തീവെട്ടിക്കൊള്ള എന്ന് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ കോൺഗ്രസിൽ നിന്നുള്ള നേതാവിനെ ഞങ്ങൾ മറന്നിട്ടില്ല എന്ന് വലിയ രൂക്ഷമായ പ്രതികരണമാണല്ലോ സജിത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി പോരടിക്കുകയാണല്ലോ ഇപ്പോൾ. മഞ്ജുഷ, അതുതന്നെയാണ് സാഹചര്യം. അതായത് ഇത് വെറുമൊരു വിമർശനത്തിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. അതായത് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട വിവാദത്തിലേക്ക് മാത്രമല്ല, അതിനപ്പുറം നേതാക്കളുടെ നേരിട്ടുള്ള തുറന്നു പറച്ചിലേക്ക് കൂടി ഇത് കടക്കുന്നു എന്നതാണ് സാഹചര്യം. അവിടെയാണ് ഈ VD സതീശൻ്റെ അടക്കമുള്ള പരാമർശമുള്ളത്. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ VD സതീശൻ. സർക്കാരിൻ്റെ കാലത്ത് അഴിമതി നടക്കുന്നു എന്ന് തുറന്നു പറയുകയായിരുന്നു അന്നത്തെ ഒരു ഭരണകക്ഷി MLA VD സതീശൻ. അങ്ങനെയൊരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടക്കുന്നത് എന്നതാണ്. അതായത് VD സതീശൻ സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളെ വിമർശിച്ചെങ്കിൽ അവർ മറ്റു ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സതീശൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്നതാണ്. അത് കോൺഗ്രസിൽ സമീപകാലത്തില്ലാത്തൊരു ചേരിപ്പോരിലേക്ക് ഇടവെക്കുന്നു എന്നതാണ്. നമ്മൾക്ക് നേരത്തെ കണ്ടതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ ചേരി മാറ്റങ്ങളും ഗ്രൂപ്പ് മാറ്റങ്ങളും ഒക്കെ രൂപപ്പെടുന്നത് നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതിന് സമാനമായ സാഹചര്യത്തിൽ പുതിയ തലത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ നീളുന്നു എന്നതാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തും
അടക്കം നീളുന്ന ഒരു വലിയ വിഭാഗവും വി.ഡി. സതീശൻ മറുചേരിയിൽ നിന്നുകൊണ്ട് ഈ നീക്കം മുന്നോട്ട് പോകുന്നു എന്നതാണ്. മുഖ്യമന്ത്രിയാകാൻ സതീശൻ നടത്തുന്ന നീക്കങ്ങളെയും അതിനെയും ഈ സൈബർ നേതാക്കൾ കുറ്റപ്പെടുത്തുകയാണല്ലോ. ഞാൻ മുഖ്യമന്ത്രി ആകില്ല എന്ന് പറയുന്നത് ഞാനെന്ന് ഉദ്ദേശിക്കുന്ന സതീശനെയാണല്ലോ. സ്വാഭാവികമായിട്ടും വലിയ ഒരു ഗ്രൂപ്പ് തർക്കം, ആ ഗ്രൂപ്പുകളുടെ പേര് എഴുതിക്കൊണ്ട് പോലും ഈ സൈബർ നേതാക്കൾ പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുബാസ് നടത്തിയ പ്രതികരണം സതീശന് അനുകൂലമായിരുന്നുവെങ്കിൽ നിസാർ നടത്തുന്ന പ്രതികരണം സതീശന് നേരെ എതിരാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സതീശൻ നടത്തിയ പ്രതികരണം, ഡിജിറ്റൽ മീഡിയ സെല്ലിനെതിരെ നടത്തിയ പ്രതികരണം, അതുപോലെ തന്നെ റിയൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത്, അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ റീൽസിൽ ജീവിക്കുന്ന നേതാക്കളെ അതൃപ്തരാക്കിയിട്ടുണ്ടല്ലോ. അതല്ലേ ഇപ്പോൾ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത്? യെസ് മഞ്ജുഷ, അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. ഇത് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ചേരിയും പുതിയ തലങ്ങൾ കൂടിയാണ് വ്യക്തമാവുന്ന കാര്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കോൺഗ്രസിലെ ഈ പുതിയ നീക്കത്തിൽ ഇതിൽ ആര് നിയന്ത്രണം നടത്തും, ആര് ഇടപെടുമെന്ന ചോദ്യം കൂടിയാണ്. കാരണം ഇതിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഈ വിവാദം നയിക്കുമ്പോൾ മറുവിഭാഗത്ത് ആര് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ പരിഹരിക്കും, ആര് ഇടപെടുമെന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അടക്കുന്ന ഒരു ചേരി രൂപപ്പെട്ടിരിക്കുന്നു. ഇതിനപ്പുറം കോൺഗ്രസിൽ വി.ഡി. സതീശൻ മാത്രം. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ശക്തനായ വക്താവായിരുന്നു വി.ഡി. സതീശൻ. എന്നാൽ വി.ഡി. സതീശൻ ഇപ്പോൾ മറുചേരിയിൽ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേണമെങ്കിൽ പരസ്യ നീക്കത്തിന് തന്നെ തയ്യാറായി രംഗത്ത് നിൽക്കുന്നു. അതേസമയം സതീശനെ ചോദ്യം ചെയ്യുന്നത് സൈബർ ഇടങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലാണ് സംസ്ഥാന രാഷ്ട്രീയം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അണികളെ ഒന്നടങ്കം പാർട്ടിക്കൊപ്പവും മുന്നണിക്കൊപ്പവും അണിനിരത്തേണ്ട ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ ഈ പോരടി നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടി പ്രതിഫലിക്കപ്പെടുമ്പോൾ അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം കൂടി പ്രകടമാണ്. ഈ മാറുന്ന കാലത്ത് ഡിജിറ്റൽ മീഡിയ സെൽ എല്ലാ പാർട്ടികൾക്കും അത്യാവശ്യമാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ പാർട്ടികളും നീക്കം നടത്തുന്നത്. എത്രത്തോളം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ശക്തമാക്കാമോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നു. അതിനിടെയാണ് DMC ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം പോലും അറിയില്ല എന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. അതാണ് ഇത്തരത്തിൽ സൈബർ ലോകത്ത് വിഹരിക്കുന്ന കോൺഗ്രസിലെ യുവ നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതിനാലാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇങ്ങനെ പരസ്യമായി പോസ്റ്റ് ഇട്ടുകൊണ്ട് സതീശനെ വെല്ലുവിളിക്കുന്നത്. ഇതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അക്കൗണ്ടുകളിൽ കാണാൻ കഴിയുന്നത്. പരസ്പരമുള്ള വെല്ലുവിളികൾ തുടരുകയാണ്.